യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് നുസൂർ, NS നുസൂർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. കാരണം AK ആൻ്റണിയുടെ മകൻ പാർട്ടി വിട്ടുപോകുവാനുള്ള കാരണം KC വേണുഗോപാലാണ്. കാരണം IT സെല്ലിൻ്റെ ചാർജ് അനിൽ ആൻ്റണി വഹിച്ചിരുന്ന കാലത്ത് ശ്രീ അനിൽ ആൻ്റണിയെ സമാനതകളില്ലാത്ത തരത്തിലുള്ള പീഡനങ്ങളാണ് KC വേണുഗോപാൽ നടത്തിയത് അനിൽ ആൻ്റണിക്ക് നേരെ എന്നുള്ള ആരോപണമാണ് NS നുസൂർ ഉയർത്തിയിരിക്കുന്നത്. മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയുടെ മകനെയും ചാണ്ടി ഉമ്മനെയും KC വേണുഗോപാൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തരം താഴ്ത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത്. ശ്രീ ചാണ്ടി ഉമ്മൻ അതിനെ സാധൂകരിക്കുന്ന യാതൊരു പ്രസ്താവനയും ഇതുവരെ നടത്തിയിട്ടില്ല, എതിർത്ത് പറഞ്ഞിട്ടുമില്ല. ഇനി KC വേണുഗോപാലിലേക്ക് തിരിച്ചു വന്നാൽ എങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയിൽ പിടിമുറുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതിയിലാണ്. കാരണം പുറത്തു വരുന്ന വിവരങ്ങൾ സത്യമാണെങ്കിൽ 2026 നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏതാണ്ട് ഒരു 90% KC വേണുഗോപാലിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതിലിത്ര അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ? കാരണം ഒരു ദേശീയ തലത്തിൽ ഉയർന്ന നേതാവല്ലേ KC വേണുഗോപാൽ. അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, കൃത്യമായി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെയും രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയവരുടെ ആഗ്രഹങ്ങളും ഒരു നിർദ്ദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് വെച്ച മിക്ക സ്ഥാനാർത്ഥികളെയും KC വേണുഗോപാൽ അവരെ എല്ലാം മറികടന്ന്, ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെ എല്ലാം വെട്ടിമാറ്റി സ്വന്തം സ്ഥാനാർത്ഥികളെ, സ്വന്തം ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥികളായി സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ആ സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം പോലും, എടുത്തു പറയണം, രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലിൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയെ അംഗീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അംഗീകാരം അവർക്ക് നൽകേണ്ടി വന്നു KC വേണുഗോപാലിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്.